ഹായ് കൂട്ടുകാരെ, രാവിലെ ഒരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും നല്ലോണം കുക്കറിലിട്ടിട്ട് 4 വിസിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിന് പിന്നെ നമ്മളൊരു 4 തക്കാളി മിക്സിയിലിട്ടിട്ട് നമ്മളൊരു ജ്യൂസാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചട്ടി വെച്ചു, എണ്ണ അതിലേക്ക് ഒഴിച്ചു, അതിലേക്ക് പട്ട ഗ്രാമ്പൂ ഇട്ടു, കടുക് പൊട്ടിച്ചു, അതിലേക്ക് സവോള ഇട്ടു, നല്ലോണം മൂപ്പിച്ചെടുക്കുക സവോള. അതിലേക്കൊരു 3 പച്ചമുളക് കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. 3 പച്ചമുളക്, അത് നമ്മുടെ എരിവിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചേർക്കാം. അത് നല്ലോണം മൂപ്പിച്ചെടുക്കുക. ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് ഉള്ളി നല്ലോണം വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് കറിവേപ്പിലയും ചേർത്തു. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കുക. അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ച അതും കൂടി ഇട്ട് നന്നായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമണം പോകുന്നവരെ വഴറ്റിയെടുക്കുക. പിന്നെ നമ്മൾ കഷ്ണമാക്കി വെച്ചിട്ടുള്ള ഒരു തക്കാളിനെ അതും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരു നുള്ളു ഉപ്പ് ഇട്ട് ഇങ്ങനെ ഇതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം നല്ല തക്കാളിയൊക്കെ നല്ല വെന്തുടങ്ങും കേട്ടോ. ആ ടൈമിൽ ഈ തക്കാളി അങ്ങനെ വെന്തുടഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി ഒരു 3.5-4 സ്പൂണ് ചേർക്കുക. ഞാനിവിടെ ഒരു 3.5 സ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അതിലേക്ക് 2 സ്പൂണ് മുളക് പൊടിയും ചേർത്തു. ഒരു 1/4 സ്പൂണ്, ഒരു കുറച്ച് മതി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് എല്ലാ പൊടികളുടെയും പച്ചമണം പോണ വരെ വഴറ്റിയെടുക്കുക. അതിലേക്ക് നമ്മൾ തക്കാളി ജ്യൂസാക്കി വെച്ചിട്ടുള്ളതും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ആ തക്കാളീൻ്റെ ഒരു പച്ചമണം പോകണം. ആ തക്കാളിൻ്റെ ആ ഒരു ഗ്രേവിയാണ് അതിൻ്റെ ഹൈലൈറ്റ്. ആ തക്കാളീൻ്റെ ഗ്രേവി നന്നായിട്ട് അതിൻ്റെ തക്കാളീൻ്റെ പച്ചമണം പോകണ വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കുക. നമ്മൾ ആദ്യം ഉപ്പുണ്ടായിരുന്നു, അപ്പം നോക്കിയിട്ട് അതിൻ്റെ ഉപ്പ് എങ്ങനെ നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പിടുക. പിന്നെ നമ്മളൊരു ചെറിയൊരു സ്പൂണ് ഒരു ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചുള്ള പട്ടാണിയും ഉരുളക്കിഴങ്ങും വേവിച്ച് വെച്ചുള്ളത് അതും ആ പച്ചമണം തക്കാളീൻ്റെ പച്ചമണം പോയതിന് ശേഷം പട്ടാണിയും ഉരുളക്കിഴങ്ങും നമ്മൾ അതിലേക്ക് മിക്സ് ചെയ്ത് ചേർത്തു. പിന്നെ കുറച്ച് ഉപ്പൊക്കെ നോക്കിയിട്ട് നമ്മൾ ചേർക്കണം കേട്ടോ. ഞാൻ കുറച്ചും കൂടി ഉപ്പ് പോരായിരുന്നു, ഒത്തിരിയും കൂടി ഞാൻ ഉപ്പ് ചേർത്തു. പിന്നെ കുറച്ച് ഗരം മസാല, ഒരു ചെറിയൊരു പിഞ്ച് ഗരം മസാലയും കൂടി ചേർക്കുന്നത് നമ്മളൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്, അതും കൂടി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. എന്നിട്ട് മല്ലിയിലയും കുറച്ച് അതിന് മേലായിട്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇതാ ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയാണ് ഇന്നത്തെ രാത്രിയത്തെ ഫുഡ്. ഇതാണ് ഗ്രീൻ പീസ് കറി. എല്ലാവരും ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക കേട്ടോ നന്നായിട്ടുണ്ടോ എന്നുള്ളത്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക പ്ലീസ്. താങ്ക് യു.